നമസ്കാരം. അധികാരം പോയതിന്റെ കടുത്ത നിരാശയും പേര് നടക്കുന്ന ഇടതുപക്ഷ നേതാക്കൾ കേരളത്തിൽ പുതിയ UDF സർക്കാർ വന്നതിന് ശേഷം ഓരോ ദിവസവും പുതിയ കള്ളപ്രചാരണങ്ങളുമായി രംഗത്തെത്തുകയാണ്. 10 വർഷക്കാലം കേരളം ഭരിച്ചിട്ട് അധികാരം മാറി വെറും ഒരു മാസം പോലും തികയുന്നതിന് മുൻപാണ് മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ വലിയൊരു കണ്ടെത്തലുമായി എത്തിയിരിക്കുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നടത്തിയ നിയമനങ്ങളെയും താൽക്കാലിക VC നിയമനത്തെയും മുൻനിർത്തി പുതിയ സർക്കാരിന്റെ മേൽ കുതിര കയറാനാണ് റിയാസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രമിക്കുന്നത്. സർവകലാശാല സെനറ്റിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ സംഘപരിവാർ അനുകൂലികളെ കുത്തിനിറച്ചപ്പോൾ UDF സർക്കാർ മൗനാനുവാദം നൽകിയെന്നാണ് റിയാസിന്റെ കടുത്ത ആരോപണം. റിയാസ് പറയുന്ന ഈ ഒരു കപട ന്യായീകരണങ്ങളുടെ തനിനിറം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. റിയാസ് പറയുന്നത് പോലെ കേരളത്തിലെ സർവകലാശാലകൾ സ്വതന്ത്ര ചിന്തയുടെ ഇടങ്ങളായിരുന്നോ കഴിഞ്ഞ 10 വർഷം? പതിറ്റാണ്ടുകളായി കേരളത്തിലെ ഓരോ സർവകലാശാലകളിലും കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുടെ പരമാധികാരം ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ അനാവശ്യ ഇടപെടലുകൾ ഈ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അന്ന് അർഹതപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ തെരുവിൽ തള്ളി PSC റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിച്ച് പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ ഭാര്യമാർക്കും സ്വന്തക്കാർക്കും സർവകലാശാലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പദവികൾ വെച്ചു നീട്ടിയത് ഇതേ മുഹമ്മദ് റിയാസിന്റെ പാർട്ടി ഭരണകാലത്തായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ബന്ധുക്കൾക്ക് വേണ്ടി ചട്ടങ്ങൾ കാറ്റിൽ പറത്തി നിയമനങ്ങൾ നടത്തിയപ്പോൾ റിയാസിനത് കാവ്യവൽക്കരണമായിരുന്നില്ല, മറിച്ച് മതനിരപേക്ഷതയുടെ സംരക്ഷണമായിരുന്നു. അന്ന് സ്വന്തം പാർട്ടിക്ക് വിധേയത്വമുള്ളവരെ മാത്രം സർവകലാശാലകളുടെ തലപ്പത്തിരുത്തി അക്കാദമിക നിലവാരം തകർത്തവർ ഇന്ന് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു നിയമനം വരുമ്പോൾ മാത്രം ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും പ്രസംഗിക്കാൻ ഇറങ്ങുന്നത് എത്ര വലിയ വിരോധാഭാസമാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർവകലാശാലയുടെ സെനറ്റിലേക്ക് BJP ദേശീയ സമിതി അംഗം ഉൾപ്പെടെയുള്ള 19 പേരെ നിയമിച്ചതും കുസാറ്റിലെ അധ്യാപകനായ ഡോക്ടർ D മാവൂത്തിനെ താൽക്കാലിക VC ആക്കിയതുമാണ് റിയാസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഗവർണറുടെ ഈ നിയമനങ്ങൾ ചട്ടവിരുദ്ധമാണെങ്കിൽ അത് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള എല്ലാ ആർജവും പുതിയ UDF സർക്കാരിനുണ്ട്. പുതിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഗവർണർ തന്റെ നിയമപരമായ അധികാരം ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ താൽപര്യങ്ങൾ തിരികെ കയറ്റാൻ നോക്കിയാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് മന്ത്രി റോജി M. ജോൺ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഭരണം തുടങ്ങിയ ഉടനെ ഗവർണറോട് നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിപ്പിച്ച പഴയ LDF സർക്കാരിന്റെ മണ്ടൻ നയമല്ല ഈ സർക്കാരിനുള്ളത്. ഗവർണർ തന്റെ താൽക്കാലിക VC നിയമന അധികാരം ഉപയോഗിച്ചപ്പോൾ അത് നിയമപരമായി നേരിടാനും സ്ഥിരം VC നിയമിക്കാനുള്ള പാനൽ ഉടൻ തയ്യാറാക്കാനുമാണ് UDF സർക്കാർ ശ്രമിക്കുന്നത്. അതല്ലാതെ എടുത്തുചാടി സംഘപരിവാർ അജണ്ട എന്ന വാക്ക് ആവർത്തിച്ച് പറഞ്ഞ് ജനങ്ങളിൽ രാഷ്ട്രീയ ഭീതി സൃഷ്ടിച്ച് സ്വന്തം ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് തന്ത്രം പുതിയ സർക്കാരിന്റെ മുൻപിൽ നടപ്പില്ല. റിയാസ് കേരളത്തിലെ സർവകലാശാലകൾ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക ആശയധാര മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ 10 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നടത്തിയ രാഷ്ട്രീയ കയ്യേറ്റങ്ങളും നിലവാര തകർച്ചയും മെറിറ്റിന് പകരം പാർട്ടി വിധേയത്വമുള്ളവരെ മാത്രം പ്രോത്സാഹിപ്പിച്ച ചീഞ്ഞളിഞ്ഞ സംവിധാനവുമാണ്. അങ്ങനെയുള്ള റിയാസാണ് ഇപ്പോൾ മതനിരപേക്ഷത മനസ്സുകളെ കൂട്ടുപിടിച്ച് വികാരാധീനമായ പ്രസംഗം നടത്തുന്നത്. ഈ മുദ്രാവാക്യം കേട്ട് കൈയടിക്കാൻ ഇന്ന് കേരളത്തിൽ ആരുമില്ല. ചോദ്യം വളരെ ലളിതമാണ്. സർവകലാശാലകൾ രാഷ്ട്രീയ പാർട്ടികളുടെയും AKJ സെന്ററിന്റെയും നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമാകണോ അതോ ഒരു പ്രത്യേക പാർട്ടിയുടെ മാത്രം ആശയ കേന്ദ്രങ്ങളായി തുടരണമോ? സർവകലാശാലകളെ പൂർണ്ണമായും അക്കാദമിക സ്വയംഭരണമുള്ള രാഷ്ട്രീയ അതിപ്രസരമില്ലാത്ത ഉന്നത നിലവാരമുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത്. റിയാസിന്റെ ഈ കപട മതനിരപേക്ഷ നാടകങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുകയുള്ളൂ. 10 വർഷക്കാലം കേരളത്തിലെ സർവകലാശാലകളെ മുഴുവൻ സ്വന്തം പാർട്ടിക്കാരുടെയും നേതാക്കളുടെ ഭാര്യമാരുടെയും പുനരധിവാസ കേന്ദ്രങ്ങളാക്കി മാറ്റിയ മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ മതനിരപേക്ഷത സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഭരണം മാറി ഒരു മാസം തികയും മുമ്പ് തന്നെ സംഘപരിവാർ അജണ്ട എന്ന് നിലവിളിച്ച് കോൺഗ്രസിനെയും UDF സർക്കാരിനെയും കുറ്റപ്പെടുത്താൻ നോക്കുന്ന റിയാസിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അന്ന് സ്വന്തക്കാർക്ക് വേണ്ടി ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയപ്പോൾ അത് മതനിരപേക്ഷതയും ഇന്ന് തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത നിയമനങ്ങൾ വരുമ്പോൾ അത് കാവ്യവൽക്കരണവുമാകുന്ന പുതിയ കമ്മ്യൂണിസ്റ്റ് ക്യാപ്ഷൻ കയ്യിൽ വെച്ചാൽ മതി. ഗവർണറുടെ നിയമനങ്ങളിലെ തെറ്റുകൾ നിയമപരമായി ചോദ്യം ചെയ്യാൻ പുതിയ വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന് കൃത്യമായ ബോധ്യമുണ്ട്. സർവകലാശാലകളെ രാഷ്ട്രീയ തടവറയിൽ നിന്നും മോചിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് അന്തസ്സായി പഠിക്കാനുള്ള അന്തരീക്ഷം ഈ പുതിയ സർക്കാർ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളിലാണ്.